നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മല്ലർക്കണ്ടി. ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് ടിപ്സ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇൻ്റർലോക്ക് ചെയ്യുന്ന സമയത്ത്, വീടിൻ്റെ മുറ്റം ഇൻ്റർലോക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യം, അത് ഓരോ ആളുകൾക്ക് ഓരോ താല്പര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചിലർ ചെയ്യുന്ന ഒരു രീതി എനിക്ക് ഭംഗിയായി തോന്നുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ചില ആളുകൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റിൽ ഇങ്ങനെ ചെയ്യാറില്ല. അത് മറ്റുള്ളവരുമായി ഒന്ന് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, വീടിൻ്റെ മുറ്റം ഇൻ്റർലോക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് കളറിലുള്ള ഷെയ്ഡ്സ്, അതായത് വൈറ്റും ബ്ലാക്കും, അതല്ലെങ്കിൽ ടെറാക്കോട്ട യെല്ലോ, ഇങ്ങനെ പല കോമ്പിനേഷനുകളിലും ചെയ്യാറുണ്ട്. ഒരു നല്ല ആർക്കിടെക്ചറൽ ഹോം ആണെങ്കിൽ തീർച്ചയായും നമ്മൾ 40, 50, 60 ലക്ഷം രൂപയൊക്കെ നമ്മൾ ആ വീടിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് അതിന് ശേഷം ഇൻ്റർലോക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് കളറിൽ ഒരുപാട് ലൈൻസ്, അത് സ്ട്രെയിറ്റ് ലൈൻസ് ആവാം, ഇൻക്ലൈൻഡ് ആയിട്ട്, അതായത് ഡയഗണലായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന പല ലൈൻസുകളും, ഇങ്ങനെ കള്ളിമുണ്ട് പോലെയുള്ള ഫ്ലോറിംഗ് പാറ്റേൺ, ഇത് ആ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവനും ഫ്ലോറിലേക്കാണ് പോകുന്നത്. കാരണം ഒരു വീട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീടാണ് നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നമ്മൾ വീടിൻ്റെ എലിവേഷനിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു വ്യൂ ചെയ്യുന്നു, അതിനുശേഷം ഒരുപാട് ഡീറ്റെയിലിംഗ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വീട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സങ്കല്പങ്ങളിലൂടെയാണ് ആ വീട് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. എന്നിട്ട് അവസാന സ്റ്റേജിൽ ഈ വീടിൻ്റെ ഭംഗി മുഴുവനും തകിടം മറിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഫ്ലോറിംഗ് പാറ്റേൺ വരുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? പലപ്പോഴും ആർക്കിടെക്ട്സ് ഉള്ള, അതല്ലെങ്കിൽ ഡിസൈനേഴ്സ് ഉള്ള വീടുകളിൽ ഇങ്ങനെ സംഭവിക്കാറില്ല. കാരണം അവരെ സംബന്ധിച്ച് വീടാണ് പ്രധാനം, അതല്ലാതെ ഇൻ്റർലോക്ക് അല്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർലോക്ക് ചെയ്യുന്നത് ഒരേ കളർ ടോണിലായിരിക്കും. രണ്ട് ഷെയ്ഡൊന്നും ഇട്ടിട്ട് ഇവർ ഇങ്ങനെ കള്ളിയടിക്കില്ല. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ ഇവിടേക്ക് പോകുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ വീടിന് പ്രാധാന്യം കിട്ടാൻ വേണ്ടി ഫ്ലോറിങ് ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ, കാരണം നമുക്ക് ഇൻ്റർലോക്ക് കാണിക്കുകയല്ല ലക്ഷ്യം, നമുക്ക് വീടാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഫ്ലോറിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്ത രീതിയിൽ, ഫ്ലോറിങ് അധികം ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന രീതിയിൽ, കൂടുതൽ അവിടേക്ക് ഹൈലൈറ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭവനങ്ങളിൽ, ഇങ്ങനെയുണ്ടാക്കുന്ന വീടുകളിൽ, ആർക്കിടെക്ട്സുകൾ ഉണ്ടാക്കുന്ന വീടുകളിൽ ഇങ്ങനെയൊന്നും കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടാകില്ല. എന്നാൽ സാധാരണ ഡയറക്റ്റായിട്ട് ക്ലയൻസ് ചെയ്യുന്ന ചില വീടുകളുണ്ട്. കാരണം അവിടെ ഡിസൈനേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായും ഈ ക്ലയൻറ്റിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം വീടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിന് ഇതാണ് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കുന്ന ഒരു ലേയിങ് കോൺട്രാക്ടർ, അതല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ടാകും. ഇവർ ബ്രൗഷർ കാണിക്കും, അതിൽ ഇങ്ങനെ കുറേ ഷെയ്ഡുകൾ ഉണ്ടാകും, രണ്ട് കളറിലുള്ള ക്രോസ് ചെയ്തിട്ടൊക്കെ വിരിച്ചിരിക്കുന്ന കുറേ ഷെയ്ഡ്സ് ഇതിവർ കാണിക്കും, അത് ബ്രൗഷറിലുണ്ടാകും. അതേസമയം അവർ ചെയ്തിരിക്കുന്ന മറ്റു വീടിൻ്റെ ഫോട്ടോസ് അവിടെയും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് വിചാരിക്കും ഇങ്ങനെ ചെയ്താലാണ് ഭംഗി, ക്രോസ് ലൈൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഇൻ്റർലോക്ക് കാണുമല്ലോ എന്നായിരിക്കും ക്ലയൻറ്റിൻ്റെയും ചിന്ത. കാരണം ഇത് കൊടുക്കുന്ന ആളും അങ്ങനെ തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, ചെയ്യുന്ന ക്ലയൻറ്റും അപ്പോൾ അത് തന്നെ ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ ക്ലയൻറ്റിന് ഒരിക്കലും മനസ്സിലാകില്ല, ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീടിൻ്റെ ഇൻ്റർലോക്ക് മാത്രമേ കാണുകയുള്ളൂ, അതായിരിക്കും കൂടുതൽ ഭംഗിയിൽ നിൽക്കുക എന്നത് ഇവർ ശ്രദ്ധിക്കില്ല. ആ സമയത്ത് ഇവർ വീടിൻ്റെ കാര്യമെല്ലാം മറന്നുപോകും. കാരണം നല്ലൊരു പൈസ കൊടുത്ത് ഇൻ്റർലോക്ക് ചെയ്തതാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയും വെടുപ്പും ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് അതിൽ നല്ല രീതിയിൽ പോളിഷൊക്കെ ചെയ്ത് ഫ്ലോർ ഇങ്ങനെ തിളങ്ങുന്ന രീതിയിൽ വെക്കും. കുറച്ച് കഴിഞ്ഞ് മഴയും വെയിലും എല്ലാം കൊള്ളുന്ന സമയത്ത് ഇതൊക്കെ ഫെയ്ഡാവും, അത് വേറെ കാര്യം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലെല്ലാം ചെയ്യുകയും 1-2 വർഷം കഴിയുമ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരവസ്ഥ വരും. ആ ഒരു സമയത്തും ഇതിൻ്റെ ലൈൻസ്, ക്രോസ് ലൈൻസോ ഇനി സ്ട്രെയിറ്റ് ലൈൻസോ എന്തായാലും ഇങ്ങനെ രണ്ട് ഷെയ്ഡിലുള്ള കള്ളികളായിട്ടുള്ള ഈ ഒരു ഇൻ്റർലോക്ക് കാണുന്ന സമയത്ത് എത്ര പഴയതായാലും അതിന് ഭംഗിയുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വീട് ശ്രദ്ധിക്കാൻ വേണ്ടി, വീട്ടിലേക്ക് നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ വീടിനെയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി തീർച്ചയായും ഇങ്ങനെ ചെയ്യാതെ, ക്രോസ് ലൈൻസ് ഇട്ടുകൊണ്ട്, അതല്ലെങ്കിൽ രണ്ട് കളർ ഷെയ്ഡ് ഇട്ടുകൊണ്ട് ചെയ്യാതെ, അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട് വളരെ മനോഹരമായിരിക്കും. നമുക്ക് ഇൻ്റർലോക്ക് മനോഹരമാക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, വീടാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വീട് മനോഹരമാക്കാൻ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുക. ഇതൊരു ടിപ്പായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ ആർക്കിടെക്ചറൽ ഹോംസുകളിൽ കൂടുതൽ ഭംഗി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഈ ഒരു പാറ്റേൺ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കൂടുതൽ ഭംഗി ഉണ്ടാകുന്നത്. അതല്ലാതെ നിങ്ങൾ ഈ ഡീലർ നിങ്ങൾക്ക് തന്നതുപോലെയുള്ള, അവർ ബ്രോഷറിൽ കാണിക്കുന്നത് പോലെയുള്ള ഡിസൈൻ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും അത് അഭംഗിയാണ്. കാരണം ആ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ലൈൻസ് കാണുന്നത് തന്നെ ആ വീട്ടിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.